ഹലോ ഗൈസ്, മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പീക്കറാണ്. ഈ ഒരു സ്പീക്കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. സംഭവം വളരെ സിമ്പിളാണ്. നമ്മളൊരു സ്മാർട്ട് വാച്ച് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിലൊരു 6 ഇഞ്ച് വൂഫർ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അധികം പവർഫുൾ ഒന്നുമല്ല. ഇത് ഫുള്ളി നമ്മൾ കൈകൊണ്ട് ചെയ്ത് ക്യാബിൻ ഉൾപ്പെടെ എല്ലാം നമ്മൾ കൈകൊണ്ട് ചെയ്തെടുത്ത ഒരു മോഡലാണ്. ഇതിൽ വെച്ചിരിക്കുന്ന ബോർഡ് ക്ലാസ് ഡി മോണോ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് നേരിട്ട് നോക്കാം. ഈ ഒരു ടോപ്പ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു പവർ സ്വിച്ച് വരുന്നുണ്ട്. അത് ആക്ച്വലി നമ്മുടെ ഈ ഡിസ്പ്ലേ ഉള്ള ബ്ലൂടൂത്തിനാണ്. ഇതിനകത്ത് ഡുവൽ ബ്ലൂടൂത്ത് ആണ് വരുന്നത്. അതായത് ഇത് ശരിക്കും ഷോ മാത്രമാണ്. ഇതിനകത്ത് ബ്ലൂടൂത്തിൻ്റെ ക്വാളിറ്റി ഒട്ടുമില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ നോർമൽ ബ്ലൂടൂത്ത് മോഡുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇൻബിൽഡായിട്ട് മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. ഇതിൽ പാട്ടുകളും ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഡിസ്പ്ലേയിലൂടെ നമുക്ക് പാട്ട് മാറ്റുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി മാത്രം. ബാക്കി USB മെമ്മറി കാർഡ്, ബ്ലൂടൂത്ത്, ബാക്കിയുള്ള ഈ ഫംഗ്ഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമ്മളൊരു സെലക്ടർ സ്വിച്ച് ഇട്ടിട്ടുണ്ട്. അതിന് നമുക്ക് ഏത് ബ്ലൂടൂത്ത് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ പവർ സ്വിച്ചാണ് ഈ കാണുന്നത്. ജസ്റ്റ് പ്രസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും. പിന്നെ നമുക്കിവിടെ വളരെ ബേസിക് ആയിട്ട് ട്രിബിള്, ബേസ്, വോളിയം ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് അല്ല. കാരണം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് 2 മൈക്കും ഒരു ഓക്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കണക്ട് ചെയ്തിട്ടില്ല. മൈക്ക് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ നമുക്കിവിടെ കരോക്കെ റെക്കോർഡിംഗ് ഉള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു മൊഡ്യൂളിനകത്ത് കരോക്കെ നമുക്ക് പാടി റെക്കോർഡ് ചെയ്യാം. കരോക്കെ ലൈവായിട്ട് കേൾക്കാനുള്ള ഓപ്ഷൻ ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടും ഇത് കൊടുക്കേണ്ടത് കൊണ്ടും നമ്മൾ പെട്ടെന്ന് ചെയ്തതാണ്. അതുകൊണ്ട് ആ ഒരു ബോർഡ് ആഡ് ചെയ്തിട്ടില്ല. ഒരു അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ നമ്മളത് ആഡ് ചെയ്യും. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ വളരെ ബേസിക്കായിട്ട് കൊടുത്തതാണ്. സമയമില്ലാത്തതാണ് നമ്മൾ പെട്ടെന്ന് ചെയ്തത്. ഇവിടെ നമുക്ക് സ്പീക്കറിൻ്റെ സെലക്ടർ സ്വിച്ച് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നമ്മളിത് കണക്ട് ചെയ്തിട്ടില്ല. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. സ്പീക്കർ ഔട്ട്പുട്ടാണ്. സ്പീക്കർ ഔട്ട്പുട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മോണോ ഔട്ട്പുട്ടാണ്. 2 ചാനലിൽ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മോണോ എഫക്റ്റേ ഉണ്ടാവുള്ളൂ. ഇതിൽ നമുക്ക് 24 വോൾട്ട് വരെ കൊടുക്കാൻ പറ്റും ക്ലാസ് ഡി ആയതുകൊണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ 12 വോൾട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇതിനകത്തൊരു LED VU-മീറ്റർ ഫ്രണ്ടിലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡ് വർക്ക് ചെയ്യിക്കാനായിട്ട് നമുക്ക് 12 വോൾട്ടാണ്. അപ്പോൾ 12 വോൾട്ട് 2-3 ആംപിയറൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ 24 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് RMS 60 വാട്ട്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-20 വാട്ട്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ലൈൻ ഔട്ട് എന്ന് പറയുന്നത്. ലൈൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തു നിന്നുള്ള പ്രീ ഔട്ട്പുട്ട് നമുക്കെടുത്ത് മറ്റേ ആംപ്ലിഫയറിലേക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വലുതായിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. വലിയ സൗണ്ടിൽ പാട്ട് കേൾക്കാം. ഇവിടെ നമുക്കൊരു പോർട്ട് വരുന്നത് നമ്മുടെ 12 വോൾട്ട് DC കൊടുക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് സൺ ഡയറക്റ്റിൻ്റെ ഒക്കെ അഡാപ്റ്റർ കൊടുക്കാൻ പറ്റും. 12 വോൾട്ട് DC. ഇവിടെ നമുക്ക് മെയ്ഡ് ബൈ മിസ്റ്റർ JB എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ പക്ക ഫിനിഷിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും അത്യാവശ്യം ഫിനിഷിൽ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടിരിക്കുന്നത്. ഫോം ബോർഡ് ഉപയോഗിച്ചിട്ടാണ്, വൈറ്റ് കളറിൽ വരുന്ന ഫോം ബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വൂഫർ എന്ന് പറഞ്ഞാൽ വേൾഡ് ടെക് എന്ന് പറയുന്ന കമ്പനിയുടെ 6 ഇഞ്ച് വൂഫറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 3 വേ ആണ്. പക്ഷേ 2 ട്യൂട്ടറുണ്ട്. ഒരു മിഡ് സ്പീക്കറും ഒരു വൂഫറും വരുന്ന രീതിയിലുള്ള 3 വേ. ആക്ച്വലി 4 വേ സ്പീക്കറാണ്. 4 വേ ആയിട്ടുള്ള സെറ്റപ്പാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ ഈ ഒരു സ്പീക്കർ ഉപയോഗിച്ചിട്ടുള്ളത്. LED VU-മീറ്റർ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള സർക്യൂട്ട് നമ്മൾ തന്നെ ബോർഡാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്, ലോഗോ. മുകളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഐറ്റംസ് ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ് അഡാപ്റ്ററാണ്. ഇതിപ്പം എയർടെലിൻ്റെ ഡിഷ് TVയുടെ ആണ്. നമുക്ക് ഏത് ടൈപ്പ് അഡാപ്റ്റർ ഉപയോഗിക്കാം. ഈ ഒരു പിന്നുള്ള 12 വോൾട്ട് 3 ആംപിയർ 5 ആംപിയർ നമുക്ക് റെക്കമെൻഡ് അല്ല. 3 ആംപിയറിൻ്റെ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് കൊടുത്ത് നോക്കാം. നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് സ്വിച്ചൊന്നും ഇട്ടിട്ടില്ല. നമ്മളിത് ആദ്യമേ ചെയ്ത രീതിയിലായിരുന്നെങ്കിൽ ഈ പറയുന്ന മിക്സർ ബോർഡുകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കതിനകത്ത് നോയ്സിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ബോർഡ് ഒഴിവാക്കി. അതിലായിരുന്നെങ്കിൽ നമുക്ക് ഈ 2 മൈക്കും എല്ലാം വർക്കിംഗ് കണ്ടീഷനായിരുന്നു. ചെറിയൊരു ബ്ലൂടൂത്ത് മോഡ്യൂൾ അകത്തായിരുന്നു ചെയ്തിരുന്നത്. എൻ്റെ ഫ്രണ്ട് പാനൽ ഇങ്ങനെ, ടോപ്പിലെ പാനൽ ഇങ്ങനെ അല്ലായിരുന്നു.
വേറെ രീതിയിലായിരുന്നു. അത് ആ മേക്കിംഗ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സംഭവം ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഫസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പാനലായിരിക്കും ഓണായി വരുന്നത്. എന്നിട്ട് നമുക്ക് ഈ പവർ ബട്ടൺ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഓണായി വരും. സ്മാർട്ട് വാച്ചാണ് നമ്മൾ ഇതിനകത്ത് എടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്മാർട്ട് വാച്ച് എന്നൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഇൻബിൽട്ട് സോങ്സും കിടപ്പുണ്ട്. പാട്ട് കേൾക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോണിലേക്ക് കണക്ട് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ഇത് കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കണക്ഷൻ ഫെയിൽ ആയത്. ഇതിനകത്ത് ഓഡിയോ പ്ലെയർ നമുക്ക് കാണാൻ പറ്റും. ഈ ഓഡിയോ പ്ലെയറിൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പാട്ടിൻ്റെ ഇത് വരും. നമുക്ക് നെക്സ്റ്റ് പാട്ട് നമുക്ക് ഇവിടെ നെക്സ്റ്റ് അടിക്കാം. വോളിയം ഇവിടെ നമുക്ക് കൂട്ടാം. അതല്ല നമുക്കിവിടെ മാനുവലായിട്ട് കൂട്ടുകയും ചെയ്യാം. ഇപ്പോൾ കിടക്കുന്നത് ഓഡിയോ സെലക്ട് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ മുകളിലത്തെ ബ്ലൂടൂത്ത് പാനലിലാണ്. നമ്മൾ ഈ സെലക്ടറിൽ മാറ്റുന്ന സമയത്ത് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ഇതിലേക്ക് വരും. ഓൾറെഡി പറഞ്ഞാൽ ഇത് ഷോയാണ്, ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി മാത്രമാണ്. ഔട്ട്പുട്ട് അത്ര ഭയങ്കരമായിട്ടുള്ള ഔട്ട്പുട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണൊന്ന് കണക്ട് ചെയ്തിട്ട് രണ്ട് ഇതിലുള്ള ഓഡിയോ ക്വാളിറ്റി ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇത് പെയർ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. എല്ലാ ബ്ലൂടൂത്ത് ഡിവൈസിലും കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ TV, അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച്, പിന്നെ ഇതിനകത്തുള്ള ഇതാണ് DC09 എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചാണ് ഇത്. ആക്ച്വലി അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അതുമായിട്ട് എന്തായാലും പെയർ ചെയ്യാം. പെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫോൺ അടുത്ത് വെച്ചേക്കുന്നതാണ് ഈ ഒരു നോയ്സ് വരുന്നത്. പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് കണക്റ്റഡ് കാണിക്കും, വീണ്ടും ഒന്നും കൂടി കണക്റ്റഡ് കാണിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓഡിയോ കിട്ടത്തുള്ളൂ. എന്തായാലും നമുക്കൊരു നോൺ കോപ്പറേറ്റ് സോങ് പ്ലേ ചെയ്ത് നോക്കാം. ഡെയിലി യൂസിനാണെങ്കിൽ നമ്മൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും സുഖം. കാരണം ഇത് രണ്ടും ഓട്ടോമാറ്റിക് കണക്റ്റ് ആയെങ്കിലും ഓഡിയോ ക്വാളിറ്റി നമുക്ക് വ്യത്യാസം ഇതിലായിരിക്കും. ഞാൻ ഈ ഒരു ലാസ്റ്റ് പ്ലേ ചെയ്തതേ സെയിം മ്യൂസിക് ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് നോക്കാം. അപ്പോൾ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യുക. അപ്പോൾ അത് പെയർ ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പം പ്ലേ ചെയ്ത അതേ സോങ് നമുക്കൊന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനെ പറ്റി പറയാനായിട്ട്. ഫുള്ളി ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്ത ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.